ഹലോ എവരി വൺ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കരിയറിൽ വരാൻ പോകുന്ന ആ പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് കേട്ടോ. കുറേ നാളായി ഒരു കരിയർ റീഡിംഗ് ചെയ്തിട്ട്, അപ്പോൾ നമുക്ക് നോക്കാം. അതിനു മുൻപ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കാം കേട്ടോ. ഇതൊരു ടൈംലെസ് റീഡിംഗ് കൂടിയാണ്. നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഈ റീഡിംഗ് റെസനേറ്റ് ആവുക. നമുക്ക് നോക്കാം. പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട്, നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ആദ്യം ഇവിടെ ഈസ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു കരിയറിൽ ഒരു പുതിയൊരു തുടക്കം ആണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ജോലി അന്വേഷിക്കുന്നവരായിരിക്കാം. എന്തായാലും ഒരു ജോലി ലഭിക്കാനുള്ള സാധ്യത അങ്ങനെയുള്ളവർക്ക് കാണുന്നുണ്ട്. അതുപോലെ ഒരു ജോലിയിൽ ഉണ്ടായിരുന്നവരാണെങ്കിൽ ജോലിയിൽ മാറ്റം വരാനോ അല്ലെങ്കിൽ പുതിയ തുടക്കങ്ങൾ വരാനോ ഒക്കെ ഉള്ള ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട്. അതായത് മറ്റൊരു ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നതൊക്കെ ലഭിക്കാനൊക്കെ ഉള്ള സാധ്യത, ഇപ്പോൾ ഉള്ള ജോലിയിൽ നിന്നും മാറാനുള്ള സാധ്യതയൊക്കെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. പേജ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ പേജ് ഓഫ് കപ്സ് വരുമ്പോൾ നിങ്ങൾ ഒന്ന് റിസ്ക് എടുത്ത് മുന്നോട്ട് പോകുന്ന എനർജിയാണ്. ഒരു പക്ഷേ ഈ ജോലിയിൽ നിന്നും മാറാനായിരിക്കാം. അപ്പം അതിനുവേണ്ടി ഒരു പക്ഷേ ഇപ്പോൾ ഉള്ള ജോലി നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടായിരിക്കാം മറ്റൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ കുറച്ച് നാളായി ജോലി ചെയ്യാതെ ഇരുന്നിട്ട് വീണ്ടും ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരായിരിക്കാം. എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ റിസ്ക് എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾ അതിനു വേണ്ടി നന്നായി വർക്ക് ചെയ്യാൻ തയ്യാറാണ്. അതല്ലെങ്കിൽ പുതിയൊരു പ്ലേസിലേക്കൊക്കെ മാറ്റം വരുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ജോലിയിൽ. അത്തരത്തിലൊരു എനർജി നമുക്കിവിടെ കാണാനുണ്ട്. നിങ്ങൾ വളരെ എനർജറ്റിക് ആയിട്ടാണ് ഇതിനു വേണ്ടി ശ്രമിക്കുന്നത് എന്നാണ് കാണുന്നത്. റിസ്ക് എടുക്കാനൊന്നും നിങ്ങൾക്ക് യാതൊരു മടിയും കാണുന്നില്ല കേട്ടോ ഈ ഒരു കാർഡ് വരുമ്പോൾ. കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ കിങ് ഓഫ് കപ്സ് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെയധികം നിങ്ങൾ ഈ ജോലിക്ക് വേണ്ടി എഫേർട്ട് എടുക്കുന്നുണ്ട്. വളരെ മെച്യൂറായ ലെവലിലാണ് നിങ്ങൾ ഈ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ചില ഇമോഷൻസ് ഉണ്ടെങ്കിലും ജോലിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളതൊന്നും പുറത്തേക്ക് കാണിക്കുന്നില്ല. വളരെ സീരിയസ് ആയിട്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ പുറത്തേക്ക് കാണിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഉള്ളിൽ ഒരു പക്ഷേ കുറച്ച് ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പുതിയ ജോലി എങ്ങനെയായിരിക്കും, അതല്ലെങ്കിൽ ജോലിയിൽ വന്ന മാറ്റം, അല്ലെങ്കിൽ ജോലിയിൽ ഉണ്ടായ ഒരു പ്രോഗ്രസ്, അതൊക്കെ നിങ്ങൾ ഏത് രീതിയിലാണ് നോക്കി കാണുന്നത് എന്നൊക്കെ ഇവിടെ കാണുന്നു. വളരെ സീരിയസ് ആയിട്ടാണ് നിങ്ങൾ കാര്യങ്ങളെ കാണുന്നത്. നിങ്ങളുടെ ഇമോഷൻസ് ഒന്നും നിങ്ങളിവിടെ പുറത്ത് കാണിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കേട്ടോ. ടെൻ ഓഫ് വൺസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങളുടെ ഫാമിലി കൂടെ ഉണ്ടാവണം എന്നാണ്. ഒരു പക്ഷേ നിങ്ങൾ ദൂരേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല ജോലിക്ക് വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ നിങ്ങൾ ദൂരെ സ്ഥലങ്ങളിൽ ജോലി ചെയ്തിരുന്നവരാണെങ്കിൽ ഇനി മുതൽ ജോലിക്ക് വേണ്ടി ദൂരേക്ക് പോകാനല്ല, നിങ്ങളുടെ ഫാമിലിയും ഒത്ത് ഇരിക്കാനാണ്. ഒരു പക്ഷേ ഫാമിലിയുള്ള സ്ഥലത്തേക്ക് ജോലി വേണം എന്നായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടേക്ക് ഫാമിലീനെ കൊണ്ടുപോകാനായിരിക്കാം. അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയും കൂടി ഇവിടെ കാണാനുണ്ട്. നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഒരു പക്ഷേ നിങ്ങളുടെ ഫാമിലീനെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾ താമസിക്കുന്നത് ഫാമിലിയും ഒന്നിച്ച് ആ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ജോലി ലഭിക്കാനൊക്കെ ഉള്ള സാധ്യതകൾ ഇവിടെ നമുക്ക് കാണുന്നു കേട്ടോ. നയൻ ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് അധികവും കപ്സും വാൻസുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നയൻ ഓഫ് വാൻസ് വരുമ്പോൾ നിങ്ങളിവിടെ അറിയേണ്ടത്, ഇവിടെ നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്, ഈ ജോലിക്ക് വേണ്ടി ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഉള്ള ജോലിയിൽ തന്നെ നിൽക്കുകയാണ്. ചിലപ്പോൾ അതിനോട് നിങ്ങൾക്കൊരു മടുപ്പ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. എന്നാലും നിങ്ങൾ അതിൽ തന്നെ കടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണെന്ന് പറയാം. കാരണം ഇനിയും എന്തുണ്ടാവും, കാരണം കുറച്ച് എഫേർട്ട് എടുത്തിട്ടാണെങ്കിൽ ഇതിൽ നിന്നാൽ നിങ്ങൾക്ക് നല്ല ഒരു രീതിയിലാവാൻ കഴിയുമോ എന്നുള്ള ചിന്തയിലാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഉള്ള ജോലി തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ശ്രമത്തിലാണ് നിങ്ങൾ എന്നാണ് മനസ്സിലാവുന്നത് കേട്ടോ.
6 ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു ജോലി ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ ജോലി ചെയ്യുന്ന ആ ഒരു ചുറ്റുപാടുകളും കാര്യങ്ങളുമായി ഒത്തിണങ്ങി പോവാൻ നിങ്ങൾ ഒരുപാട് ബാലൻസ് ചെയ്യുന്നുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടാവായിരിക്കാം. നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം സേവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. ഒരുപാട് ദൂർത്തടിക്കാതെയൊക്കെ ചിലവാക്കാനുള്ള ശ്രമത്തിലായിരിക്കും നിങ്ങൾ. അതായത് ആവശ്യത്തിന് മാത്രം ചിലവാക്കണം എന്നുള്ളൊരു ചിന്തയിലായിരിക്കാം നിങ്ങൾ ഉണ്ടായിരിക്കുക ഈ ഒരു ടൈമിൽ. അതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ എന്തെങ്കിലും ലോണൊക്കെ വന്നിട്ടുണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ വെറുതെ നിങ്ങൾ ക്യാഷ് കളയാൻ തയ്യാറല്ല, ആവശ്യത്തിന് ചിലവാക്കണം എന്നുള്ള ചിന്തയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാവുന്നു കേട്ടോ. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്, വീണ്ടും പെൻറ്റക്കിൾസ് തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആവശ്യത്തിനുള്ള ക്യാഷ് നിങ്ങളിലേക്ക് വരണം, അത് ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയിലാണ് ഉള്ളത്. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ സ്കില്ല് വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ ഉള്ള സ്കില്ല് നല്ല രീതിയിൽ യൂസ് ചെയ്യാനോ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഒരു പക്ഷേ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ സ്കില്ല് വർദ്ധിപ്പിക്കാൻ വേണ്ടി പുതിയ എന്തെങ്കിലും കോഴ്സ് പഠിക്കണം എന്നോ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ള സ്കില്ലിനെ നല്ല രീതിയിൽ നിങ്ങൾ പ്രയോഗിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ജോലിയിൽ എന്ന് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഇപ്പം നിങ്ങൾ നല്ലൊരു പൊസിഷനിലെത്തണം, അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു ജോലിയിലിരിക്കുന്ന ചിന്തയിലാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വരുമാനം നല്ല രീതിയിൽ കെയർ ചെയ്യുന്നു അല്ലെങ്കിൽ സേവ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജ് കൂടി ഉണ്ട് കേട്ടോ. 4 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ 4 ഓഫ് വാൻഡ്സ് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഈ ഒരു കരിയറുമായി ബന്ധപ്പെട്ട ചില മാറ്റങ്ങൾ വരാം, എന്തോ ഒരു ഗുഡ് ന്യൂസ് വരാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ്. എന്തെങ്കിലും പ്രൊമോഷൻ ലഭിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ കരിയറിലൊരു ഗ്രോത്ത് വരാനൊക്കെ ഉള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ഒരു പക്ഷേ കരിയറിലായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിലായിരിക്കാം. എന്തായാലും ഒരു ഗ്രോത്തിനുള്ള സാധ്യത, അത് മുഖേന നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് വരാനൊക്കെ ഉള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ചാരിയറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഉള്ള ജോലിയുമായി വളരെ ദൂരം മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാണ് എന്നുള്ളൊരു മെസ്സേജാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഡയറക്ഷൻ ഉണ്ട്, അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ്. ചിന്തകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെക്കൊണ്ട് കഴിയും എന്നുള്ളൊരു മെസ്സേജാണ് കേട്ടോ. ഇനി സോഡിയാക് സൈൻ നോക്കാം. നമുക്കിവിടെ ഏറീസ് വന്നിട്ടുണ്ട്, ലിയോ വന്നിട്ടുണ്ട്, സ്കോർപ്പിയോ ആണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും റെസനേറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. റെസനേറ്റ് ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.